കക്കാട് എക്കോ ടൂറിസത്തിൻ്റെ സ്ഥലത്താണുള്ളത്. ഇത് താമരശ്ശേരിയിൽ നിന്ന് ഈങ്ങാപ്പുഴയ്ക്ക് വന്നിട്ട് ഈങ്ങാപ്പുഴയിൽ നിന്ന് കക്കാട് റോഡിൽ വരണം. നല്ല കാടിൻ്റെ അന്തരീക്ഷമാണ്, സൂപ്പറാണ്. നേരത്തെ ഞങ്ങൾ വന്ന സമയത്ത് ഇത്തിരി മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴയൊക്കെ കുറഞ്ഞു. ഇതാണ് ഇവിടുത്തെ ഓഫീസ്, ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അതിനുശേഷം ഇതുവഴിയാണ് കാട്ടിലോട്ട് കയറുന്നത്. ഇവിടെ ചേർന്ന് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. ചിൽഡ്രൻസ് പാർക്ക്. പിന്നെ ഇവിടെ ഒരു ആൾക്കാർക്കൊക്കെ ഗ്യാദർ ചെയ്യാനുള്ളൊരു പ്ലേസ് ഉണ്ട്. നല്ല കാലാവസ്ഥ ഉള്ള സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ പുഴയിലൊക്കെ ഇറങ്ങിയവർക്ക് ഇവിടെ വന്നിട്ട് മാറാൻ ഡ്രസ്സിങ് റൂമും കൂടെയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നാണ് കാട് തുടങ്ങുന്നത്, ഞങ്ങൾ നടന്ന് കയറാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഓരോ കുടയാണുള്ളത്, അച്ഛൻ്റെ കയ്യിലും കുടയുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിപ്പോയി, പക്ഷെ എന്നാലും ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു. അപ്പോൾ ഒന്ന് അകത്തോട്ട് കയറാൻ നോക്കുകയാണ്. 2 കുടയിലാണ് ആൾക്കാരുള്ളത്. ആദ്യം പോകുന്ന വഴി ഇതുപോലെ കല്ലുള്ളതാണ്, പക്ഷെ ഇവിടെ തന്നെ നല്ല ഫോറസ്റ്റ് ആംബിയൻസ് ഉണ്ട്. നോക്കട്ടെ. സൈഡിൽ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. സൈഡിൽ ഇതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ക്ഷീണിക്കുന്നവർക്കുള്ളത്. കുറച്ചുകൂടി മുമ്പോട്ട് എത്തുമ്പോൾ കുറച്ചുകൂടെ തിങ്ങി കാടാണ്. വഴിയിലോട്ടൊക്കെ ഒരുപാട് വള്ളികളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഏതൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതിലൊന്നും അധികം വെള്ളം വരുന്നില്ല. ജാഗ്രതാ നിർദ്ദേശം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മഴക്കാലമായതിനാൽ സുരക്ഷ മുൻനിർത്തി പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. പുഴയിൽ ഇറങ്ങരുത്. അവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത്. വെള്ളം നല്ല കുത്തി ഒഴുകുന്ന ശബ്ദം കേൾക്കാം. ഇത് തന്നെ അടിപൊളി. ഉണ്ട്. കടന്നു താഴത്തൂടെയാണ് ആ പുഴ ഒഴുകി പോകുന്നത്. പിന്നെ ചെറിയൊരു വഴി കൂടെയാണ് പോകുന്നത്. ഇതിലെങ്ങോട്ടോ മേളിലോട്ട് കയറണം എന്നാ തോന്നുന്നത്. താഴെ കണ്ട പാലം കാണാം.
നമ്മൾ വേറൊരു വഴിയിലോട്ടെത്തി. ഇവിടുന്ന് താഴോട്ടും ഉണ്ട്, മേളിലോട്ടും ഉണ്ട്. മേളിലോട്ട് പോകുമ്പോൾ വഴികളൊക്കെ ഉണ്ട്. വണ്ടി ഇതാ ഇവിടെ എത്തുമായിരുന്നു. ുള്ള വഴി കൂടെയാണ് നടക്കുന്നത്. ഇവിടെയാണ് വെള്ളച്ചാട്ടം ഉള്ളത് താഴെ. ഇപ്പൊ തന്നെ ശബ്ദം കേൾക്കാം. ഫുള്ള് വെള്ളം ഒലിച്ചു വന്ന സ്ഥലമാണ്. ഇവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിലങ്ങോട്ട് കേറിയാലോ? കുറച്ച് ദൂരം കേറിയ കേറട്ടെ. ഭയങ്കര ചീവീടിന്റെ ഒച്ചയുണ്ട്. ഇവിടെ വലിയൊരു മരം വീണ് കിടപ്പുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് മഴയുള്ളത് കാരണം ശരിക്കും വരുന്ന ആൾക്കാർ അതിലെങ്ങനെ നടക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. വന്ന സമയം ശരിയായില്ല. അതുകൊണ്ട് പോവാണ്. അവിടെയാണ് ചെറിയൊരു ഡാം കെട്ടിയ പോലെ ഉള്ളത്. ഞങ്ങളോട് ഇങ്ങോട്ട് കയറിയപ്പോൾ അവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിന് പറഞ്ഞത് വെള്ളത്തിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ മഴയായിപ്പോയി. ഞങ്ങളിപ്പോൾ കുടയുടെ താഴെ നിൽക്കുക. നോക്കട്ടെ, അച്ഛനിതാ മരത്തിൻ്റെ അങ്ങറ്റം വരെ പോയി. മഴ കൂടി കൂടി വരിക. തിരിച്ചു പോയാലോ? തിരിച്ചു പോവാം. തിരിച്ചിറങ്ങാണ്. എവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതെവിടെയൊക്കെ ഇടിഞ്ഞിരിക്കുക. ഇവിടെയാണ് ഇടിഞ്ഞിരിക്കുന്നത്. അയ്യോ സൂപ്പർ. ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ചു കിടക്കുകയാണ്. വലിയ കാട്ടുവള്ളികളൊക്കെ ഉണ്ട്. നോക്കട്ടെ മുന്നോട്ട്. ഇങ്ങനെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഓക്കെ, അടുത്ത വർഷം വീണ്ടും വരാം കേട്ടോ.